മനുഷ്യൻ്റെ മനസ്സൊന്ന് പതറിയാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവനും അവതാളത്തിലായി. ഒരു കാരണവശാലും അവൻ്റെ ലൈഫിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. മനസ്സ് പതറിയാൽ, മനസ്സിനെ ഇളകിയാൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആശകളും അന്യപ്പെട്ടു പോയി. അദ്ദേഹത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബം അനാഥമാകും. അദ്ദേഹത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സമൂഹം അനാഥരായി മാറും. അദ്ദേഹം ഏതെങ്കിലും സംരംഭങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഡിസോർഡറായി മാറും. ഏതെങ്കിലും വിശേഷതയുള്ള വിഷയത്തിനകത്ത് ആ വ്യക്തി ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യത്തിൽ കൂടെയാണ് ആ സ്ഥാപനം മുമ്പോട്ട് പോകുന്നു, വിജയിച്ച് കയറിപ്പോയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പതറിയാൽ ആ വിജയിച്ചു പോകുന്ന സ്ഥാപനത്തിനും പരാജയം വരികയാണ്. ഇങ്ങനെ നിരവധി പരാജയങ്ങൾ വന്ന് പതിക്കുന്നതാണ് മനസ്സിളകിയാൽ. എന്നാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിനെയും ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് സൃഷ്ടാവും ദൈവമാണ്. വിശുദ്ധ ബൈബിൾ പറയുമെന്ന് യഹോവയെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായി കൈക്കൊള്ളുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ദയ കൊണ്ട് മറയ്ക്കും. ഇങ്ങനെ പല പദങ്ങൾ വിശുദ്ധ പുസ്തകത്തിനകത്തുനിന്നും കാണും. നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും കുടുംബത്തെയും ഉയർച്ചകളെ മൊത്തം നിയന്ത്രിക്കുന്നത് സ്വർഗത്തിലെ കർത്താവാണ്. നമുക്ക് തന്ന വിലപ്പെട്ട ഒരു ജീവിതം, വിലപ്പെട്ട ഒരു ആയുസ്, അത് കർത്താവിന് വേണ്ടി കൊടുക്കണം. അതൊരു കാരണവശാലും നശിക്കുവാനിടയാകരുത്. ഏതെങ്കിലും പ്രഷർ നമ്മുടെ അകത്ത് കയറി വരാം, എന്തെങ്കിലും ചിന്ത അകത്ത് കയറി വരാം. പക്ഷേ അത് യഹോവയിൽ മാത്രം സമർപ്പിച്ച് സഞ്ചരിക്കുന്നുവെങ്കിൽ ആയുസ്സിനെ ബാധിക്കത്തില്ല, കുടുംബത്തെ ബാധിക്കത്തില്ല, കുഞ്ഞുങ്ങളെയോ നാം ഉൾപ്പെടുന്ന സമൂഹത്തെ ബാധിക്കാതെ വണ്ണം ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന സകല കാര്യങ്ങളും നന്നായി ചെയ്ത് പൂർത്തീകരിച്ച് നല്ലൊരു അന്ത്യം വരുത്തുവാൻ കഴിയും. ഈ സന്ദേശം ദൈവം കൂടി പറയുന്നു. മനസ്സ് പതറരുത്.